പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ചർച്ചകളിലും യൂട്യൂബ് ചാനലുകളിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഇവിടെ വന്നിരുന്ന് വർഗീയ വിഷം തുപ്പുന്ന വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികരോട് ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ന്യായം എന്താണ്? പഹൽഗാമിൻ്റെ പ്രതികൾ എവിടെയാണ്? നിങ്ങൾക്ക് ഉത്തരം പറയാനില്ലെങ്കിൽ ഞാനൊരു സംശയം കൂടെ സാധാരണക്കാരുടെ ഭാഷയിലൊന്ന് ചോദിച്ചു കൊള്ളാം. നിങ്ങൾ കൊല്ലത്തുനിന്നോ കൊട്ടാരക്കരയിൽ നിന്നോ അല്ലെങ്കിൽ കോട്ടയത്തു നിന്നോ ഒക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് എന്തെങ്കിലും ഒരു അക്രമമോ കൊലപാതകമോ നടത്തിയാൽ നിങ്ങൾ ആളും കൂട്ടിപ്പോയി സംഘപരിവാർ, BJP സംഘടനകൾ, RSS സംഘടനകൾ അവരുടെ കുടുംബമെല്ലാം അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് നാടടിച്ചു പൊളിച്ച് നശിപ്പിക്കുമോ? അതോ ആ കൊലക്കേസ് പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചതിനർത്ഥം. അതായത് കാശ്മീരിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വിട്ടുകൊടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷ കംപ്ലീറ്റ് പിൻവലിച്ചുകൊണ്ട് അവിടെ ഏത് ഭീകരവാദിക്കും കയറി ആക്രമിക്കത്തക്ക തരത്തിലുള്ള സൗകര്യം ഒപ്പിച്ചു കൊടുത്തിട്ട് അവിടെ ആക്രമണം നടന്ന് 26 പേരെ കലിമ ചൊല്ലാനറിയാത്ത 26 പേരെ കുരുതി കഴിച്ചിട്ട് ആ പ്രതികളെ നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചില്ല? എന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല? ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളുമുള്ള ഇന്ത്യ രാജ്യത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി അന്യരാജ്യങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിവുള്ള എല്ലാ സൈനിക സംവിധാനങ്ങളുമുള്ള നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ആ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞില്ല? അവരെ ശിക്ഷിക്കാൻ കഴിയുന്നില്ല? അവരെ നിങ്ങൾ ഒളിപ്പിച്ചതാണോ? എന്തുകൊണ്ട് നിങ്ങൾ അവരെ പിടികൂടുന്നില്ല എന്ന് പറയണം. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിൻ്റെ ന്യായം എന്താണ്? അതായത് 1992 ഡിസംബർ 6-ാം തീയതി ഇന്ത്യയുടെ അഭിമാന സ്തംഭമായിരുന്ന ബാബറി മസ്ജിദ് കർസേവകർ തകർത്തെറിഞ്ഞപ്പോൾ അന്ന് ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളും പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ ഇന്ത്യയെ തകർക്കുമെന്ന്. അതിനുശേഷം ഇപ്പോൾ അവിടെ അമ്പലം പണിത് മോദിജി അമ്പലം ഉദ്ഘാടനവും ചെയ്തു കഴിഞ്ഞ് ഇവിടെ ഈ ഭീകരാക്രമണം നടത്തിയത് ഏത് ഭീകരവാദികളാണ്? പാകിസ്ഥാൻ ഭീകരവാദികളാണോ? അതോ ബംഗ്ലാദേശ് ഭീകരവാദികളാണോ? അതോ ഇറാനോ ഇറാഖോ തീവ്രവാദികളാണോ? ആരാണെന്ന് എന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത്? നിങ്ങളിവിടെ കിടന്ന് ആരെങ്കിലും സിന്ദൂറിൽ നമുക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞു പോയാൽ അവരെയെല്ലാം ദേശദ്രോഹികളെന്ന് മുദ്രകുത്തി അവർക്കെതിരെ കേസുകളെടുത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസുകളെടുത്ത് ജയിലടയ്ക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി സിംഗപ്പൂരിലെ ഷാൻഗ്രില ഡയലോഗിൽ വെച്ച് പത്രസമ്മേളനത്തിൽ വിദേശ പത്ര റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇന്ത്യയുടെ 3 റഫാൽ വിമാനങ്ങളും ഒരു മിഗ് വിമാനവും ഒരു സുഖോയും നഷ്ടപ്പെട്ടുവെന്ന്. ആ വാർത്ത എന്തുകൊണ്ട് അദ്ദേഹം നിഷേധിച്ചില്ല? ആ വാർത്ത എന്തുകൊണ്ട് അദ്ദേഹം അംഗീകരിച്ചു? അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളുടെ പിന്തുണ തേടാനായി ഇവിടെ ഏതാണ്ട് 50 രാജ്യങ്ങളിലേക്ക് നരേന്ദ്രമോദി പ്രതിനിധി സംഘത്തെ അയച്ചു. അതിലൊരു പ്രതിനിധി സംഘമായിരുന്നു ജോൺ ബ്രിട്ടാസിൻ്റെ സംഘം. അവർ ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ 5 രാജ്യങ്ങൾ സന്ദർശിച്ചു. ആ രാജ്യങ്ങളിൽ പോയ അനുഭവം നമ്മുടെ ജോൺ ബ്രിട്ടാസ് പങ്കുവച്ചിരിക്കുന്നത്, അവിടെ പാർലമെൻറ്റ് മെമ്പർമാരും അതുപോലെ തന്നെ അക്കാദമിക് പണ്ഡിതന്മാരും ബുദ്ധിജീവികളുമായ ജനങ്ങളോട് സംവദിക്കുമ്പോൾ അവരോട് ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നു, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ്? ജോൺ ബ്രിട്ടാസ് പറയുന്നത് അതിന് മറുപടി പറയാൻ കഴിയാതെ അയാൾ വിങ്ങിപ്പോയെന്നാണ്. കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനങ്ങളുടെ സ്ഥിതി ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ RSS, BJP സംഘപരിവാർ സംഘടനകൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആളുകളെ കൂട്ടത്തോടെ തല്ലിക്കൊല്ലുന്നതും പശുമൂത്രം കുടിക്കുന്നതും പശുവിനെ ആരാധിക്കുന്നവനും പശുക്കടത്ത് ആരോപിച്ച് തല്ലിക്കൊല്ലുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയുന്നത്? അതുപോലെ തന്നെ അവരിൽ നിന്ന് എന്ത് പിന്തുണയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? വിദേശ രാജ്യങ്ങളിലുള്ളവർ പറയുന്നത് പാകിസ്ഥാൻ ഈ ഭീകരവാദികളുടെ ദുരന്തം അനുഭവിക്കുന്ന രാജ്യമാണ്. ആ രാജ്യം
ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യില്ല. അവർക്ക് ഭീകരവാദികളില്ല എന്നാണ് വിദേശ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മോദിജിയെ നിങ്ങൾ മുന്നിൽ നിർത്തി ഈ സമ്മേളനങ്ങളൊക്കെ ഈ കോലാഹലങ്ങളൊക്കെ നടത്തിക്കൂട്ടുന്നത് എന്തിനാണെന്ന് സത്യത്തിൽ നിങ്ങൾക്കങ്ങ് തുറന്നു പറഞ്ഞൂടെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ മഹാഭാരത കഥയിൽ പറയുന്നത് പോലെ ശ്രീകൃഷ്ണനെയും അർജുനനെയും മുന്നിൽ നിർത്തി മഹാഭാരത യുദ്ധം നടത്തി കൗരവരെ മുഴുവൻ കൊന്നൊടുക്കി പാണ്ഡവർക്ക് രാജ്യം പിടിച്ചടക്കി കൊടുത്തതുപോലെ ഇവിടെ ഗോൾവാക്കറുടെയും അല്ലെങ്കിൽ ഹെഡ്കേവാറിൻ്റെയും സ്വപ്നം സാക്ഷാത്കരിച്ച്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഈ സിന്ധു നദീതടത്തിൽ ഒഴുക്കുന്നതിന് വേണ്ടി ഈ പാകിസ്ഥാനെ യുദ്ധത്തിലൂടെ ആക്രമിച്ച് കീഴടക്കണമെന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയെ ദൈവിക പരിവേഷമണിയിച്ച് മുന്നിൽ നിർത്തിയും യുദ്ധക്കുതിയനായ അമിത് ഷായെ പിന്നിൽ നിർത്തിയും ഇന്ത്യ രാജ്യം മുഴുവൻ നരനായാട്ട് നടത്തി ഹൈന്ദവൽക്കരണം നടത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് കേരളത്തിലെ RSS സൈദ്ധാന്തികന്മാർക്ക് തുറന്നു പറയാനുള്ള നട്ടലുണ്ടോ? ഇല്ല. നിങ്ങൾ നന്മയുടെ വേഷം ചമഞ്ഞ് ഈ ഉത്തരേന്ത്യയിലെ നിരക്ഷരകുക്ഷികളായ ജനങ്ങളെ കബളിപ്പിച്ച് അധികാരം കൈയടക്കുന്നത് പോലെ കേരളത്തിൽ വന്ന് നന്മയുടെ വ്യാജവേഷം ചമഞ്ഞ് ഇവിടെ അധികാരം കൈയടക്കാൻ ഈ കേരളത്തിലെ സാക്ഷര ജനങ്ങൾ അനുവദിക്കില്ലെന്ന് നമ്മുടെ ഗവർണർ ലേഖറെയും അതുപോലെ തന്നെ സകല ഹൈന്ദവ ഫാസിസ്റ്റ് വർഗീയ സൈദ്ധാന്തികന്മാരോടും ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.